തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ച യു.ഡി.എഫ് സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ എസ്.ഡി.പി.ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ താലൂക്കുകളിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി ഇരിട്ടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്തിൻ ഫണ്ടുകളെല്ലാം ഒന്നൊന്നായി വെട്ടിക്കുറച്ചും പലവിധ ഫണ്ടുകൾ തടഞ്ഞു വെച്ചും ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്നു. താലൂക്ക് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജീർ കീച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം താലൂക്കുകളിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിലെ 4 താലൂക്കുകളിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇരിട്ടി താലൂക്ക് ഓഫീസിലേക്കും ഇങ്ങനെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യം സ്വാതന്ത്ര്യം നേടി നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജിയോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ ഓഫ് ദി നേഷൻ? ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ, സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രഥമ പരിഗണന എന്തിനായിരിക്കുമെന്ന് ഒരു പത്രക്കാരൻ ഗാന്ധിജിയോട് ചോദിക്കുന്നു. അതിന് ഗാന്ധിജി നൽകിയ ഉത്തരം, ദരിദ്രരിൽ ഏറ്റവും ദരിദ്രനായ ആളുകളുടെയും കണ്ണീരൊപ്പുക എന്നതാണ്. പക്ഷേ രാജ്യം സ്വതന്ത്രമായി 80 വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായി മാറുകയും പണക്കാരൻ കൂടുതൽ പണക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഇപ്പം ഡോക്ടർ പി സായിനാഥ് ആളോഹരി വരുമാനത്തിന്റെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പി സായിനാഥ് ഇപ്പൊ എത്ര ഇന്ത്യയിലെ ആളോഹരി വരുമാനം 2025-26 ഒരാളുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 2,20,000 രൂപ. പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ബഷീർ പുന്നാട്, മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് സലീം മെരുവമ്പായി, ജനപ്രതിനിധികളായ മിജിലാസ് ചാക്കാട്, സൗദ ഹാഷിർ, സി റഹ്മത്ത്, സീനത്ത് എന്നിവർ സംസാരിച്ചു. പേരാവൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി റിയാസ് നാലകത്ത്, മട്ടന്നൂർ മണ്ഡലം സെക്രട്ടറി ലത്തീഫ് കൂടാളി, ഫാറൂഖ് ഇരിട്ടി, യൂനസ് ഉളിയിൽ എന്നിവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.